കുഞ്ഞിനെ അശോകന് തന്നെ കൊടുക്കുക. ഈ കുഞ്ഞ് ചെമ്പകശ്ശേരിയിൽ തന്നെ വളരണം. അതല്ല, മോളിവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരാളുടെ ആശ്രയമില്ലാതെ ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തും? മോൾക്ക് എന്ത് തൊഴിൽ ചെയ്യാനറിയാം? അതുപോട്ടെ, ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് മോൾ ഒരു ജോലിക്ക് എങ്ങനെ പോകും? തൊഴിലൊന്നുമില്ലായെങ്കിൽ ഈ കുഞ്ഞിന് ഒരു കൂട് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാൻ മോൾക്ക് കഴിയുമോ? ഇല്ല. അങ്ങനെയുള്ള മോളെയും ഈ കുഞ്ഞിനെയും കുറിച്ച് ചിന്തിച്ചിട്ട് നാണിയമ്മയ്ക്ക് ഒരു സമാധാനവുമില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ ഇപ്പോൾ തന്നെ ജയൻ കുഞ്ഞിനെ വിളിക്കാം. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ജയൻ കുഞ്ഞിനോട് പറയാം. പിന്നെ കുഞ്ഞ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. അതല്ലാതെ നമുക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല എന്നതാണ് സത്യം. നാണിയമ്മ പറഞ്ഞു നിർത്തി. നാണിയമ്മ ജയകൃഷ്ണനെ വിളിക്കാമെന്ന് പറഞ്ഞതും ദേവൂട്ടിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. അവൾ നാണിയമ്മയോട് ജയകൃഷ്ണനെ വിളിക്കണ്ട എന്ന് പറഞ്ഞ് വിലക്കുന്നു. അത് കണ്ട നാണിയമ്മ, അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ ഇക്കാര്യം സമ്മതിക്കണമെന്നായി. ഒടുവിൽ നാണിയമ്മയുടെ ആ പിടിവാശിക്കും വാദങ്ങൾക്കും മുന്നിൽ തന്നെ ഇതുവരെ സ്നേഹിച്ചു വളർത്തി വലുതാക്കിയ ആ മനുഷ്യനെ, അല്ല അവളുടെ അപ്പാവുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടിയും കുഞ്ഞിൻ്റെ നല്ല ഭാവിക്കു വേണ്ടിയും ഈ വലിയ ആശുപത്രിയിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നതിനു വേണ്ടിയും എല്ലാവരോടുമുള്ള കടമയും കടപ്പാടുകളും തീർക്കുന്നതിനു വേണ്ടിയും ദേവൂട്ടി തൻ്റെ പൊന്നുമോനെ അശോകനും വന്ദനയ്ക്കും നൽകാൻ തീരുമാനിക്കുന്നു. അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ അവൾ തൻ്റെ മനസ്സ് പാകപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ തന്നെ ദേവൂട്ടിക്ക് അവളുടെ മനസ്സ് പൂർണ്ണമായും അവളിൽ നിന്നും കൈവിട്ടു കഴിഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ ദേവൂട്ടിയുടെ തീരുമാനം അറിഞ്ഞു കഴിഞ്ഞതും നാണിയമ്മ അശോകനെ കാണാനെത്തുന്നു. അശോകൻ്റെ മുന്നിലെത്തിയ അവർ തുടർന്നു. ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞിൻ്റെ കാര്യം അത് ശരിയായി എന്നും കുഞ്ഞിനെ നൽകുമ്പോൾ അവർക്ക് കുറേ ഡിമാൻഡുകളുണ്ടായിരുന്നു. അത് അംഗീകരിച്ചാൽ മാത്രമേ കുഞ്ഞിൻ്റെ കാര്യം ഓക്കെയാക്കൂ എന്നും പറയുന്നു. എന്നാൽ ഇവിടെ അശോകനെ സംബന്ധിച്ച് പറഞ്ഞാൽ നാണിയമ്മ പറഞ്ഞ എല്ലാ ഡിമാൻഡുകളോടും കൂടി അവർ നൽകാൻ പോകുന്ന ആ കുഞ്ഞ് അത് ജയകൃഷ്ണൻ്റെയും ദേവൂട്ടിയുടെയും കുഞ്ഞാണ് എന്ന കാര്യം അശോകൻ അറിയുമായിരുന്നില്ല. അതുകൊണ്ടുതന്നെ നാണിയമ്മയോടെ അവരുടെ ആ ഡിമാൻഡുകളെല്ലാം ചോദിക്കുന്നതിന് മുമ്പായി കുഞ്ഞ് അത് ആരുടേതാണെന്ന് അശോകൻ ചോദിക്കുന്നു. അതോടെ നാണിയമ്മ അശോകനോട് അവർ അശോകന് നൽകാമെന്ന് പറഞ്ഞ ആ കുഞ്ഞ് അത് ജയകൃഷ്ണൻ്റെയും ദേവൂട്ടിയുടെയും കുഞ്ഞാണെന്ന് പറയുന്നു. അത് കേട്ടതും അശോകൻ ഞെട്ടിത്തരിച്ച് നാണിയമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ നാണിയമ്മേ ഇത്? ജയകൃഷ്ണൻ്റെ കുഞ്ഞോ? നാണിയമ്മയ്ക്ക് ഇതെന്താ ഭ്രാന്ത് പിടിച്ചോ? അതോ സ്ഥലകാലബോധം ഇല്ലാത്തവരെ പോലെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അശോകൻ നാണിയമ്മയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. അതുകണ്ട നാണിയമ്മ, എനിക്കും എൻ്റെ മനസ്സിനും ഒരു കുഴപ്പവുമില്ല കുഞ്ഞേ. ഞാൻ പറഞ്ഞത് നേരായ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ജയകൃഷ്ണൻ്റെയും ദേവൂട്ടിയുടെയും കുഞ്ഞിനെ തന്നെയാണ് ഞാൻ കുഞ്ഞിനായി തരാമെന്ന് പറഞ്ഞത്. ഈ സമയം നാണിയമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ടുനിന്ന അശോകൻ പെട്ടെന്ന് അല്പം ഗൗരവത്തോടെ നാണിയമ്മയെ വിളിച്ചുകൊണ്ട്, നാണിയമ്മേ, മതി, നിർത്ത്. എന്താ നാണിയമ്മ, എന്നെ പരിഹസിക്കുകയാണോ? അല്ല, കാര്യമായിട്ട് പറയുന്നതാണെങ്കിൽ ജയകൃഷ്ണനും ദേവൂട്ടിയും ചേർന്ന് വളർത്തേണ്ട ആ കുഞ്ഞിനെ അവരിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്ത് എനിക്ക് തരാൻ നോക്കുന്നു. എന്തു ദുഷ്ട മനസ്സാണ് നാണിയമ്മയുടേത്? അശോകൻ പറഞ്ഞു നിർത്തുന്നു. എന്നാൽ നാണിയമ്മയെക്കുറിച്ച് അവൻ നാണിയമ്മയോട് പറഞ്ഞ ആ വാക്കുകൾ കേട്ടിട്ട് നാണിയമ്മയ്ക്ക് പ്രത്യേകിച്ച് ദേഷ്യമോ വിഷമമോ യാതൊന്നും തന്നെ അവനോട് തോന്നിയില്ല. അതുകൊണ്ടുതന്നെ അവർ ശാന്തമായി തന്നോട് പിണങ്ങി മുഖം തിരിഞ്ഞു നിൽക്കുന്ന അശോകനെ വിളിച്ചു. കുഞ്ഞിൻ്റെ മനസ്സിലെ നന്മ അത് നാണിയമ്മയ്ക്ക് മനസ്സിലാകും. എന്നാൽ അത് മനസ്സിലാകാത്ത മറ്റൊരു കൂട്ടം ആ തറവാട്ടിലുണ്ട്. അതിൽ മോൻ്റെ ഭാര്യയും പെടും. അവർ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ മോനെ 2 ദിവസമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ മോനറിയാത്തതും ഈ എനിക്കറിയാവുന്നതുമായ കുറച്ചു കാര്യങ്ങൾ ഞാൻ മോനോട് പറയാം. അതുകൂടി കേട്ടുകഴിഞ്ഞ് എന്തു വേണമെന്ന് മോൻ തന്നെ തീരുമാനിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നാണിയമ്മ ദേവൂട്ടിയോടും അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടി ചെമ്പകശ്ശേരിയിലെ സകലരും ഒന്നു ചേർന്ന് ജയകൃഷ്ണന് മുന്നിൽ
ചെമ്പകശ്ശേരിയിലെ സകലരും കൂടി ജയകൃഷ്ണനെ മുന്നിൽ നിർത്തി കളിച്ച കളികൾ ഓരോന്നായി അശോകനോട് പറയുന്നു. തുടർന്ന് ദേവൂട്ടിയെ ഇല്ലാതാക്കിയ ശേഷം ഡോക്ടറുടെ മകളുമായിട്ടുള്ള ജയകൃഷ്ണന്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചതും ഇതൊന്നും അറിയാതെ ഇതിന്റെ പേരിൽ ജയകൃഷ്ണനും ദേവൂട്ടിയും തമ്മിലുണ്ടായ വഴക്കും പിണക്കവും ഒടുവിൽ ജയകൃഷ്ണനോട് പിണങ്ങി സ്വന്തം കുഞ്ഞിന്റെ രക്ഷയ്ക്കായി അവിടെ നിന്നും ദേവൂട്ടിയുടെ മടങ്ങിപ്പോക്കും അങ്ങനെ അശോകൻ അറിയാത്ത അവനോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത എല്ലാ കാര്യങ്ങളും നാണിയമ്മ അശോകനോട് പറയുന്നു. കൂട്ടത്തിൽ ദേവൂട്ടിയുടെ ഇപ്പോഴത്തെ സാഹചര്യവും അയ്യരുടെ ഓപ്പറേഷനെക്കുറിച്ചും ഒപ്പം അയ്യരുടെയും ലക്ഷ്മിയമ്മാളിൻ്റെയും മകളല്ല ദേവൂട്ടിയെന്ന ആ സത്യവും എല്ലാം അവർ അശോകനോട് തുറന്നു പറയുന്നു. ഈ സമയം നാണിയമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു കഥ കേൾക്കും പോലെ കേട്ടുകൊണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് അശോകൻ. ഒടുവിൽ എല്ലാ കാര്യങ്ങളും കേട്ടുകഴിഞ്ഞതും അശോകൻ നാണിയമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ്റെ ആ നോട്ടത്തിൽ നാണിയമ്മയോടായി തന്നെ കുറേയധികം ചോദ്യങ്ങളും ഒപ്പം വിഷമവും ഒക്കെയുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ നാണിയമ്മ വീണ്ടും തുടർന്നു. ആ മനുഷ്യമൃഗങ്ങളുടെ കയ്യിൽ നിന്നും ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ പാവം പെൺകുട്ടി ആ വീട് വിട്ടിറങ്ങിയത്. എന്നാൽ ജയൻകുഞ്ഞാകട്ടെ കുഞ്ഞിനോട് പറയാതെ ആ പാവം പിണങ്ങിപ്പോയി എന്ന കാരണം ആരോപിച്ച് ആ കുഞ്ഞിനോട് പിണങ്ങി. എന്നിട്ടോ നാളിതുവരെ കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും ആ കുഞ്ഞിനെ ഒന്ന് കാണാനോ അതിനെ ഒന്ന് വിളിക്കാനോ, എന്തിനധികം പറയുന്നു അത് ജീവനോടെ ഉണ്ടോ എന്നെങ്കിലും ആരോടെങ്കിലും ഒന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ജയകൃഷ്ണൻ ചെന്ന് വിളിക്കാതെ ഇനി ആ ചെമ്പകശ്ശേരിയിലേക്കൊരു മടക്കം അതിനില്ല എന്ന് തന്നെയാണ് ആ പാവത്തിൻ്റെ തീരുമാനവും. പിന്നെ കുഞ്ഞിനോട് ആ കുട്ടി ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയാൽ നേരെ പോകുന്നത് ചെമ്പകശ്ശേരിയിലേക്കാണെന്ന് അന്ന് പറഞ്ഞത് അതും വെറുതെയാണ്. കുഞ്ഞിനെ ഒന്നും തോന്നേണ്ട എന്ന് കരുതിയിട്ടാണ് അങ്ങനെയൊരു കള്ളം പറഞ്ഞത്. ഇനി കുഞ്ഞു തന്നെ പറ, ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കാര്യത്തിൽ എന്താണ് തെറ്റ്? അതോടെ അശോകൻ നിശബ്ദനായി. അല്പനേരം അങ്ങനെ നിന്നു. ഒടുവിൽ നാണിയമ്മയോട്, എന്നാലും നാണിയമ്മേ, ദേവൂട്ടിക്കിത് എങ്ങനെ സഹിക്കാൻ കഴിയും? ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ആ പാവം ഇത്രയും നാൾ ത്യാഗങ്ങൾ സഹിച്ചത്. എന്നിട്ട് ആ കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ആ കുട്ടിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഇല്ല, അവർക്കെന്നല്ല ഒരു പെണ്ണിനും അത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. സത്യം തന്നെയാണ്. എന്നാൽ അവളുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യം, ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അവൾ എങ്ങനെ വളർത്തും? അവൾക്കെന്തെങ്കിലും ഒരു ജോലി അറിയാമോ? അഥവാ അറിയാമെങ്കിൽ ആ കുഞ്ഞിനെയും കൊണ്ട് അത് എങ്ങനെ അവൾക്കത് ചെയ്യാൻ കഴിയും? മാത്രമല്ല അവൾ ഇതുവരെ അച്ഛാ എന്ന് വിളിച്ചു നടന്ന ആ മനുഷ്യൻ ഏത് നിമിഷവും ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ കഴിയുന്ന അദ്ദേഹം ഈ കുട്ടിയെയും അവളുടെ കുഞ്ഞിനെയും എങ്ങനെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ അശോകൻ കരുതുന്നുണ്ടാകും ദേവൂട്ടിയെയും കുഞ്ഞിനെയും ഒരു സഹോദരൻ്റെ സ്ഥാനത്തു നിന്ന് സംരക്ഷിച്ചു കൊള്ളാമെന്ന്. എന്നാൽ എത്ര നാൾ അതിന് കഴിയും? അടിക്കടി സഹായവുമായി ചെല്ലുന്ന കുഞ്ഞിനെയും ദേവൂട്ടിയെയും കുറിച്ച് ആ നാട്ടുകാർ പിന്നീട് പല കഥകളും മെനയും. അത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വളരെ മോശമായ രീതിയിലുള്ളതായിരിക്കും ആ കഥ. പിന്നീട് എങ്ങാനും ജയകൃഷ്ണനോ ചെമ്പകശ്ശേരിയിലുള്ളവരോ അറിഞ്ഞാൽ പിന്നെ അതോടെ എല്ലാവരുടെയും ജീവിതവും ജീവനും അവിടെ തീർന്നു. അതുകൊണ്ട് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ ഒന്നടങ്കം ചേർന്ന് നിന്ന് കൊന്നുകളയാൻ ശ്രമിച്ച ഈ കുഞ്ഞിനെ അവർ തന്നെ സ്നേഹിച്ചു വളർത്തണം. എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടി അവൻ ചെമ്പകശ്ശേരിയിൽ തന്നെ വളരണം. അതിന് അശോകൻ അവനെ ദത്തെടുക്കണം. ഈ സത്യങ്ങളൊന്നും അവിടെയുള്ള ആരും തന്നെ അറിയാതെ ആ കുഞ്ഞിനൊപ്പം നിന്ന് അവനെ വളർത്തണം. അങ്ങനെയെങ്കിലും ആ കുടുംബം ആ സാധു പെൺകുട്ടിയോടും ഈ കുഞ്ഞിനോടും ചെയ്ത പാവത്തിന് അത് തന്നെയാണ് ഒരു പരിഹാരമാർഗം. പിന്നെ ഈ സത്യങ്ങളെല്ലാം അവർ അറിയുമ്പോഴേക്കും ഇപ്പോഴത്തെ ഈ കോലാഹലങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിരിക്കും. മാത്രമല്ല ദൈവം എല്ലാവരെയും ഒന്നിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴി അപ്പോഴേക്കും കാട്ടിത്തന്നിരിക്കും തീർച്ച. അതോടെ നാണിയമ്മ പറഞ്ഞ കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കിയ അശോകൻ ദേവൂട്ടിയുടെ കയ്യിൽ നിന്നും നാണിയമ്മ
പറഞ്ഞ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിക്കുന്നു. തുടർന്ന് ഇരുവരും കൂടി ദേവൂട്ടിയുടെ അടുത്തേക്ക് നടന്നു മുറിയിലെത്തി. എന്നാൽ ഇവിടെ നാണിയമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ജീവശവം കണക്കെ ഇരിക്കുകയാണ് ദേവൂട്ടി. ഈ സമയം അകത്തേക്ക് കയറി വന്ന അശോകൻ ദേവൂട്ടിയുടെ അടുത്തെത്തി. നാണിയമ്മ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ദേവൂട്ടിക്ക് ഉള്ള അഭിപ്രായം എന്താണെന്ന് അവളോട് ചോദിക്കുന്നു. എന്നാൽ അശോകൻ്റെ ആ ചോദ്യം കേട്ട ദേവൂട്ടി നാണിയമ്മയുടെ നേർക്കൊന്ന് നോക്കിയതല്ലാതെ അശോകനോട് മറുപടിയൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല. ഈ സമയം അത് കണ്ടു നിന്ന നാണിയമ്മ അശോകനോട് ഇനി ഇതിനെക്കുറിച്ച് ഒരു ചർച്ച വേണ്ട എന്ന അർത്ഥത്തിൽ അശോകൻ്റെ മുഖത്തേക്ക് നോക്കി. അതുകണ്ട് അശോകൻ നിശബ്ദനായി തീർന്നു. തുടർന്ന് നാണിയമ്മയെയും കൂട്ടി അശോകൻ ഡോക്ടറെ കാണാനായി ഡോക്ടറുടെ അടുത്തേക്ക് നടന്നു. തുടർന്ന് ഡോക്ടറുടെ അടുത്തെത്തിയ അശോകനും നാണിയമ്മയും അവർ ഇരുവരും കൂടി തീരുമാനിച്ചുറപ്പിച്ച ആ കാര്യങ്ങളെല്ലാം ഡോക്ടറോട് പറയുന്നു. അതോടെ ഡോക്ടർ ആ പെൺകുട്ടിക്ക്, അതായത് ദേവൂട്ടിക്ക് കുഞ്ഞിനെ കൈമാറാൻ സമ്മതമാണെങ്കിൽ അതുമായി മുന്നോട്ട് പോകാനുള്ള അനുമതിയും അവർക്ക് നൽകുന്നു. ഒപ്പം ഈയൊരു കാര്യം അവർ 3 പേരും ഒപ്പം ദേവൂട്ടിയും അല്ലാതെ മറ്റാരും തന്നെ അറിയരുതെന്നും ഒരു മുൻകരുതലും താക്കീതും അദ്ദേഹം അവർക്ക് നൽകുന്നു. അങ്ങനെ ഒടുവിൽ ഡോക്ടറുടെ സമ്മതം വാങ്ങിയ അശോകനും നാണിയമ്മയും തിരികെ ദേവൂട്ടിയുടെ മുറിയിലെത്തി. അയ്യർക്ക് ഓപ്പറേഷനുള്ള പണവും ഇന്നത്തെ ആശുപത്രി ബില്ലും അടക്കമുള്ള മറ്റും ഇന്ന് തന്നെ നൽകാമെന്നും പറഞ്ഞ് നാണിയമ്മയുടെ പക്കൽ നിന്നും ബില്ല് വാങ്ങി അയ്യർ കിടക്കുന്ന ഹോസ്പിറ്റൽ എവിടെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം അശോകൻ അവിടെ നിന്നും പോന്നു. ഇടയ്ക്ക് ദേവൂട്ടിക്ക് എന്താവശ്യമുണ്ടെങ്കിലും അശോകനോട് ഒരു മടിയും കൂടാതെ പറയാമെന്നും അവൻ ദേവൂട്ടിയോട് പറയുന്നു. എന്നാൽ ഇവിടെ എന്ത് കാരണത്താലാണോ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞ സ്ഥിതിക്ക് എന്നാൽ എന്ത് കാരണത്താലാണെങ്കിലും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി തനിക്ക് മറ്റെന്താണ് വേണ്ടതെന്ന് സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അശോകൻ്റെ ആ ചോദ്യത്തിനൊന്നും മറുപടി പറയാതെ നിശബ്ദയായിരിക്കുക മാത്രമാണ് അവൾ ചെയ്തത്. എന്നാൽ നാണിയമ്മയിൽ നിന്നും ദേവൂട്ടിയിൽ നിന്നും എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ നിന്നും പോയ അശോകൻ അന്ന് വൈകിട്ട് തന്നെ ദേവൂട്ടിയുടെ ആശുപത്രി ബില്ലെല്ലാം അടച്ചു തീർത്തു. ശേഷം നേരെ അയ്യർ കിടക്കുന്ന ആശുപത്രിയിലെത്തി. അയ്യരെ നോക്കുന്ന ഡോക്ടറെ കണ്ടു. അയ്യരുടെ ഓപ്പറേഷനുള്ള പണം അടച്ചതിന് ശേഷം തിരിച്ചു വന്ന അയ്യരെ കണ്ടു. ഈ സമയം അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അയ്യരോട് രോഗവിവരങ്ങൾ എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം അവിടെ നിന്നും ഇറങ്ങാൻ നേരം അയ്യരുടെ ഓപ്പറേഷനുള്ള പണം അടച്ചതിൻ്റെ ബില്ലും ഒപ്പം ആശുപത്രി ചിലവിനുള്ള കുറച്ച് പണവും അവരുടെ കൈകളിൽ കൊടുത്തിട്ടാണ് അവൻ അവിടെ നിന്നും പോന്നത്. എന്നാൽ അശോകനെ അവിടെ ഇരുന്ന് അവരാർക്കും തന്നെ മനസ്സിലായിരുന്നില്ല. അന്ന് വിവാഹ ദിവസം ഒരു മിന്നായം പോലെ മാത്രമാണ് അവർ എല്ലാവരും അവനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനാൽ ആർക്കും അശോകനെ പെട്ടെന്ന് മനസ്സിലായിരുന്നില്ല. എന്നാൽ അശോകനാട്ട് അവനെ അവിടെ എല്ലാവർക്കും പരിചയപ്പെടുത്തിയിരുന്നത് മറ്റൊരു കള്ളക്കഥ പറഞ്ഞായിരുന്നു. ആരോരും ആശ്രയമില്ലാത്തവരെയും രോഗികളെയും ചികിത്സിക്കാൻ പണമില്ലാത്തവരെയും സഹായിക്കാൻ നടക്കുന്ന ഒരാൾ എന്നായിരുന്നു അവന് പരിചയപ്പെടുത്തിയത്. അവൻ പറഞ്ഞ ആ കള്ളക്കഥ അവരെല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. തുടർന്ന് അവരോടെല്ലാവരോടും യാത്ര പറഞ്ഞ് അശോകൻ അവിടെ നിന്നും ഇറങ്ങി. തിരിച്ച് ഹോസ്പിറ്റലിലെത്തി ദേവൂട്ടിയോടും നാണിയമ്മയോടും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ സമയത്തു തന്നെയാണ് നാണിയമ്മയ്ക്ക് അപർണയുടെ കോൾ വന്നത്. നാണിയമ്മ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ മറുതലക്കിൽ നിന്നും അപർണ നാണിയമ്മയോട് തൻ്റെ അപ്പാവുടെ ഓപ്പറേഷനുള്ള പണവുമായി ദൈവത്തെപ്പോലെ ഒരാൾ വന്നുവെന്നും തുടർന്ന് അവിടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളും ഒപ്പം നാളെ അപ്പാവുടെ ഓപ്പറേഷനാണെന്നും അപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവൾ അവരോട് പറയുന്നു. ഈ സമയം ഇക്കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവളുടെ സംസാരത്തിൽ നിറഞ്ഞു നിന്ന സന്തോഷവും അതിൽ മൂലമുണ്ടായ സങ്കടവും നാണിയമ്മയും ദേവൂട്ടിയും ഒപ്പം അവിടെ നിന്ന് അശോകനും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അതോടെ നാണിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോഴും നമ്മുടെ അപ്പാവെ നമുക്ക് തിരിച്ചു കിട്ടിയെന്നും അപ്പായ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദേവേച്ചിയോട് പറയണമെന്നും നാണിയമ്മയോട് അവൾ പറയുന്നു. എന്നാൽ നാണിയമ്മ
ഫോൺ സ്പീക്കറിലിട്ടതിനാൽ അപർണ പറഞ്ഞ ഇക്കാര്യങ്ങളെല്ലാം ദേവൂട്ടിയും അശോകനും കേൾക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് അല്പനേരം നീണ്ടുനിന്ന ആ ഫോൺ സംഭാഷണത്തിനൊടുവിൽ അപർണ സന്തോഷത്തോടെ കോൾ കട്ട് ചെയ്തു. അതോടെ നാണിയമ്മ ദേവൂട്ടിയുടെ മുഖത്തേക്ക് നോക്കി. ഈ സമയം അപർണ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നിശബ്ദയായിരിക്കുകയാണ് ദേവൂട്ടി. അത് കണ്ട നാണിയമ്മ അവളുടെ അടുത്തെത്തി അവളെ വിളിച്ചു. "മോളെ, നീ കാരണമാണ് ഇന്ന് ആ മനുഷ്യൻ അല്ല നിന്റെ അപ്പാവുടെ ജീവൻ തിരിച്ചു കിട്ടാൻ പോകുന്നത്. അതുമാത്രമാണ്, ആരോരും ആശ്രയമില്ലാതെ അനാഥരായി തീരുമായിരുന്ന ആ 3 പേരുടെ ജീവിതം കൂടിയാണ് മോൾ കാരണം തിരിച്ചു കിട്ടിയിരിക്കുന്നത്. മോൾ ചെയ്ത ഈ വലിയ ത്യാഗത്തിന് മോൾക്ക് മോളുടെ 7 തലമുറകൾക്കും അതിൻ്റെ പുണ്യം ഭഗവാൻ നൽകിയിരിക്കും തീർച്ച." എന്നാൽ അത് കേട്ട് ജീവൻ നിലച്ചുപോയ തൻ്റെ മിഴികളാൽ അവൾ നാണിയമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഈ സമയം ഇതെല്ലാം കണ്ടും കേട്ടും നിശബ്ദനായി നിൽക്കുകയാണ് അശോകൻ. ഒടുവിൽ അവൻ ആ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി അവൻ നാണിയമ്മയെ അവിടേക്ക് വിളിച്ചു. അതോടെ നാണിയമ്മ അവനു പിന്നാലെ ആ റൂമിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ചെന്നു. ഈ സമയം അശോകൻ നാണിയമ്മയോട് പറഞ്ഞു തുടങ്ങി. "നാണിയമ്മേ, ഞാൻ എൻ്റെ ഈ തീരുമാനം മാറ്റുകയാണ്." അത് കേട്ട നാണിയമ്മ, "കുഞ്ഞിൻ്റെ എന്ത് തീരുമാനം?" "ദേവൂട്ടിയുടെ കുഞ്ഞിനെ ദത്തെടുത്തുകൊള്ളാമെന്ന തീരുമാനം." അത് കേട്ടതും നാണിയമ്മ, "കാരണം?" അത് നാണിയമ്മ കണ്ടില്ലേ, ചങ്കു തകർന്നുള്ള ദേവൂട്ടിയുടെ ആ ഒരു ഇരിപ്പ്. അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നാണിയമ്മേ. ആ പാവത്തിനെ വിഷമിപ്പിക്കാനും അതുകൊണ്ട് എനിക്ക് വേണ്ട ആ കുഞ്ഞിനെ. ഞാൻ ഈ ചെയ്ത പ്രവൃത്തിക്കുള്ള പ്രതിഫലം ആണല്ലോ ആ കുഞ്ഞ്. അതിനാൽ അത് എനിക്ക് വേണ്ട." കാരണം അല്പം മുമ്പ് ആ കൊച്ചു പെൺകുട്ടി നാണിയമ്മയോട് പറഞ്ഞത് ഞാനും കേട്ടതല്ലേ, ദൈവത്തെപ്പോലെയാണ് അവർ എന്നെ കാണുന്നത് എന്ന്. ഞാൻ ഇങ്ങനെയൊരു ക്രൂരത ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അവർക്ക് ഞാൻ നൽകിയതെന്ന് എന്നെങ്കിലും അവർ അറിഞ്ഞാൽ അവർക്ക് മുന്നിൽ ഞാൻ ആരായിരിക്കും? ഏറ്റവും വലിയ ക്രൂരൻ. അത് വേണ്ട. പകരം ഇന്നു മുതലുള്ള അവരുടെ പ്രാർത്ഥനയിൽ എനിക്കും ഒരു സ്ഥാനമുണ്ടായിരിക്കുമല്ലോ. എനിക്ക് അത് മതി." അശോകൻ പറഞ്ഞു നിർത്തി. ഈ സമയം അവൻ പറഞ്ഞതെല്ലാം കേട്ടുനിന്ന നാണിയമ്മയുടെ മനസ്സിൽ അവൻ ഈ പറഞ്ഞതെല്ലാം അവൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള കാര്യങ്ങൾ എന്ന് മനസ്സിലായി. അതോടെ നാണിയമ്മ "എൻ്റെ മോനെ" എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ കൈകളിൽ പിടിച്ചു നിന്ന ശേഷം പതിയെ തുടർന്നു. "നിന്റെ മനസ്സ് അത് ഇത്രയ്ക്ക് വലുതാണെന്ന് എനിക്കറിയുമായിരുന്നില്ല കുഞ്ഞേ. അതുകൊണ്ട് തന്നെ നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല." എന്ന് പറഞ്ഞുകൊണ്ട് അല്പനേരം അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്ന ശേഷം നാണിയമ്മ തുടർന്നു റൂമിലേക്ക് നടന്നു. അത് നോക്കി അശോകൻ നിശബ്ദനായി നിന്നു. പിന്നീട് തിരികെ വന്ദനയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി. ഈ സമയം മുറിക്കകത്തേക്ക് കയറിയ നാണിയമ്മ ദേവൂട്ടിയുടെ അടുത്തെത്തി അവളെ കെട്ടിപ്പിടിച്ചു നിന്ന് കരഞ്ഞു. ശേഷം പതിയെ തുടർന്നു, "നമ്മുടെ കുഞ്ഞിനെ ഇനി ആർക്കും കൊടുക്കേണ്ടതില്ല. അവനെ നമ്മൾ തന്നെ വളർത്തും" എന്ന് പറയുന്നു. എന്നാൽ അത് കേട്ടിരുന്ന ദേവൂട്ടിയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളോ പ്രതികരണങ്ങളോ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സമയം നാണിയമ്മ, "നാളെ ഇവിടെ നിന്നും നമുക്ക് പോകേണ്ടതല്ലേ" എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് സാധനങ്ങളെല്ലാം പെറുക്കി ബാഗിൽ ഒതുക്കി വയ്ക്കുന്നു. ഈ സമയം ദേവൂട്ടി തൻ്റെ പൊന്നുമോനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഒടുവിൽ രണ്ടാളും ഉറങ്ങാൻ കിടന്നു. അല്പം കഴിഞ്ഞതും നാണിയമ്മ ഉറങ്ങി. എന്നാൽ ദേവൂട്ടി അവൾ ഉറങ്ങിയിരുന്നില്ല. കാരണം അവളുടെ മനസ്സിൽ വലിയൊരു ചുഴിയായി ചുറ്റിക്കൊണ്ടേയിരുന്നു. ആ ചുറ്റലിൽ അവളുടെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി. ഉത്തരം കിട്ടാത്ത ആ ചിന്തകൾ അവളുടെ മനസ്സിനെ കൂടുതൽ ചുറ്റിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഇവിടെ ആ ചുറ്റലിലുള്ള ചിന്തകൾക്കിടെ പലപ്പോഴും ദേവൂട്ടി തൻ്റെ കുഞ്ഞിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. നാവുയർത്തി സംസാരിക്കാൻ കഴിയാത്തതിനാൽ അവൾ വിറയാർന്ന ചുണ്ടുകൾ കടിച്ചമർത്തിക്കൊണ്ട് അവൾ ആ കുഞ്ഞിനെ വീണ്ടും കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയം അങ്ങനെ ഭയന്നിരിക്കുന്ന ദേവൂട്ടിയുടെ മനസ്സിലെ കൺകോണിൽ അവളെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ നിൽക്കുന്ന ഭദ്രകാളിയായി ഭഗീരഥിയുടെ രക്തത്തിൽ പുരണ്ട വികൃതമായ മുഖം അത് വന്നു നിറഞ്ഞു നിന്നു.